അജി, അനയ പനി ബാധിച്ചാണ് ഇന്നലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ രാവിലെയോടെ എത്തുന്നത്. എന്നാൽ ഈ പനി കൂടിയിട്ടും വൈകുന്നേരം 3:30 അല്ലെങ്കിൽ 3:30ക്കാണ് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായി ഡോക്ടർ പറയുന്നത്, നിർദ്ദേശിക്കുന്നത്. എന്നാൽ 4:30ക്ക് മാത്രമാണ് ഈ ആംബുലൻസ് എത്താത്തത് കൊണ്ട് 4:30ക്ക് മാത്രമാണ് കുട്ടി അവിടെ നിന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തുമ്പോഴേക്ക് കുട്ടി മരിക്കുകയായിരുന്നു. ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ കുടുംബം ഈ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കുട്ടിക്ക് വേണ്ട സമയത്ത് മതിയായ ചികിത്സ നൽകിയില്ല, സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഈ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ ആരോപണമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഈ കുട്ടിയുടെ സ്രവത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടിയുടെ ബന്ധുക്കൾ, ഈ 2 സഹോദരന്മാരാണ് അനയ്ക്കുള്ളത്. സഹോദരന്മാരും മറ്റൊരു കുട്ടിയും കൂടാതെ ബന്ധുവുമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളത്. ഈ പ്രദേശത്ത്, അനയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ആരോഗ്യ വകുപ്പിന്റെ പരിശോധനകൾ, പനി സർവേ അടക്കം നടക്കുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തൊക്കെ തന്നെ പനി കൂടി വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകളിലേക്ക് ആരോഗ്യ വകുപ്പ് കടക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ കുട്ടിയുടെ അയൽവാസി ഈ ഒരു മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ഈ ഒരു പരാതി താമരശ്ശേരി പോലീസിൽ നൽകിയിരുന്നു. ആ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന്, അനയുടെ മരണത്തിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായ വിവരങ്ങൾ, എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ ഈ സ്രവ സാമ്പിൾ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ എന്തായിരിക്കും ഈ പനിക്ക്, സാധാരണ ഒരു പനി മാത്രമായിരുന്നു. നമ്മൾ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ വെറുമൊരു പനി കാരണമായിരിക്കില്ല മരണം, മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടിക്ക് ചികിത്സ വൈകിപ്പിച്ചിട്ടില്ല, കൃത്യമായ ചികിത്സ തന്നെയാണ് നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ താമരശ്ശേരി സൂപ്രണ്ട് പറയുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഈ സ്രവത്തിന്റെ സാമ്പിൾ അയച്ചതിന്റെ റിസൾട്ട് വരേണ്ടതുണ്ട്. ഇതിനൊക്കെ ശേഷമായിരിക്കും കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. ജി, ശരി.